ना कम होगा ना ख़त्म होगा, ये प्यार है मेरी जान, हर पल होगा. पापा मामा आई लव यू. घर में चाहे कितने लोग हो, लेकिन माँ ना हो तो खाली खाली लगता है. इन सब बातों में ഹക്കീക്കത്ത് കിത്നി ഹെ. ഇന്നത്തെ ഈ ഫാസ്റ്റ് മൂവിങ് വേൾഡിൽ ഇതിനൊക്കെ എത്രമാത്രം പ്രസക്തിയുണ്ട്. ഈ ഡയലോഗ്സ് എല്ലാം സത്യമാണോ അതോ വെറും പ്രഹസനമാണോ? നമ്മുടെ വളരെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ടു പോകുമ്പോൾ നമ്മൾ തളർന്നു പോകാറുണ്ട് അല്ലേ? പക്ഷേ നമ്മെ വിട്ടുപോയവരെ പുനർജീവിപ്പിക്കാം എന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളത് ഓപ്റ്റ് ചെയ്യുമോ? ജാൻ സേ പ്യാരെ എന്ന മമത കാലിയയുടെ ഈ ഒരു വൺ ആക്ട് പ്ലേ അല്ലെങ്കിൽ ഏകാംഗി ഇതിൻ്റെ പിന്നിലെ സത്യം അന്വേഷിക്കുകയാണ്. ഇതൊരു ഇമാജിനറി സ്റ്റോറിയാണ്, ഒരു കളിയാക്കലാണ്. നമ്മൾ പറയുന്ന ഡയലോഗ്സും പത്രങ്ങളിൽ കൊടുക്കുന്ന പരസ്യങ്ങളുടെയൊക്കെ പിന്നിൽ വാസ്തവത്തിൽ സത്യം എത്രമാത്രം ഉണ്ട് എന്ന ഒരു അന്വേഷണമാണ് ഈ വൺ ആക്ട് പ്ലേ. ഇതിലെ മെയിൻ കഥാപാത്രം ഡോക്ടർ കൗശികാണ്. അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ഒരു തികഞ്ഞ മനുഷ്യസ്നേഹിയാണ്. ഒരു അസിസ്റ്റൻ്റ് ഉണ്ട് അദ്ദേഹത്തിന്, അവിനാശ്. അദ്ദേഹത്തിൻ്റെ ലാബിൽ വളരെ നാളായി അദ്ദേഹം ഒരു പരീക്ഷണം നടത്തുകയാണ്. നമുക്ക് നോക്കാം എന്താണ് അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നത്. യുറേക്ക, मैंने ढूंढ लिया. तुमने देखा अविनाश, कैसे वह मरा हुआ कॉकरोच उस घोल को डालने से अभी जिंदा होकर चल दिया. വളരെ എക്സൈറ്റഡ് ആയിട്ട് യുറേക്ക എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്ത് ഡോക്ടർ കൗശിക് പറയും, നോക്കൂ അവിനാശ്, ഞാനിപ്പം ആ ചത്ത് കിടന്ന കോക്രോച്ച്, ആ പാറ്റ, അതിനെ ഞാനിപ്പം ജീവൻ നൽകി. ഞാൻ ഈ കണ്ടുപിടിച്ച സൊല്യൂഷനൊന്നും ഇട്ടതേ ഉള്ളൂ അതിൻ്റെ മുകളിൽ, അത് ജീവനോട് ഓടിപ്പോയി. അവിനാശ് ഇത് വിശ്വസിക്കുന്നില്ല. അല്പം ശങ്കയോടെ പറയും, ഷായദ് വഹ കോക്രോച്ച് അഭി പൂരി തരഹ മറാ നഹീ ഥാ. ആ പാറ്റ ഒരുപക്ഷെ ചത്ത് കാണില്ല. അതേ ആവേശത്തോടുകൂടി ഡോക്ടർ കൗശിക് പറയും, തുമേ പതാ ഹേ ഉസേ മറേ ഹുവേ 6 घंटे ഹോ ചുക്കേ ഥേ. നിനക്കറിയാമോ ആ പാറ്റ ചത്തിട്ട് 6 മണിക്കൂറിൽ കൂടുതലായി. അവിനാശിന് എന്നിട്ടും വിശ്വസിക്കാൻ വയ്യ. ബഡി ബേഡപ്പ് ചീസ് ഹേ കോക്രോച്ച്. आप उसे चप्पल से कुचल दे, संडसी से दबा दें, पहाड़ से गिरा दें, समुंदर में डुबो दें, वह थोड़ी देर में सांस लेकर फिर चल देगा. इन बातों का कोई वैज्ञानिक आधार नहीं है. അപ്പോൾ അവിനാശ് പറയും, എനിക്കിത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ പാറ്റ എന്ന് പറഞ്ഞൊരു സാധനം അങ്ങനെയാണ്, കോക്രോച്ച്. അതിനെ നമ്മൾ എന്തുകൊണ്ട് അടിച്ചാലും, എത്ര പ്രാവശ്യം അടിച്ചാലും അത് ചത്ത പോലെ ഇങ്ങനെ കിടക്കും. അല്പനേരം കഴിയുമ്പോൾ അത് ഓടിപ്പോകുന്ന കാണാം. അതുകൊണ്ട് അതിന് വല്ലാത്തൊരു ആയുസ്സാണ്. അതുകൊണ്ട് ഈ സൊല്യൂഷനാണോ ഫലിച്ചത് അതോ പാറ്റയുടെ ഒരു സ്വഭാവമാണോ ഇപ്പോൾ ഇവിടെ കണ്ടത് എന്നെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് കേൾക്കുമ്പം കൗശിക്കിന് അല്പം ഇറിറ്റേഷൻ വരും. അദ്ദേഹം പറയും, തും ക്യോ നഹീ മാനനാ ചാഹത്തെ कि मेरे हाथ वह नुस्खा आ गया है जिससे मरा हुआ जीव जी उठे. हा अब मैं जितना चाहूँ यह सॉल्यूशन बनाकर निर्जीव प्राणियों को नया जीवन दे सकता हूँ. ഡോക്ടർ കൗശിക് പറയും, നീ എന്തുകൊണ്ട് ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല? എൻ്റെ കയ്യിൽ ആ ഫോർമുല വന്നു കഴിഞ്ഞു. ആ നുസ്ഖ, ആ ഫോർമുല, ആ സൊല്യൂഷൻ ഉണ്ടാക്കേണ്ട ആ ഒരു ഫോർമുല എനിക്ക് പിടികിട്ടിക്കഴിഞ്ഞു. നോക്കൂ, ഞാൻ ഇനി എന്ത് ചെയ്യും? ഈ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് എത്ര നിർജീവമായ പ്രാണികളെല്ലാം ഞാൻ പുതിയ ജീവൻ കൊടുക്കും. ഡോക്ടർ കൗശിക് വളരെ ഹാപ്പിയാവും. അവിനാശിന് പിന്നെ സംശയമുണ്ട്. पर कौन चाहेगा आपका यह नुस्खा. ഞാൻ അവിനാശ് വളരെ ഒരു കാതലായ കാര്യം പറയും, ഈ ഫോർമുല ആർക്ക് വേണം? ഇവിടെ മരിച്ചവരെ ജീവിപ്പിക്കണമെന്ന് ആർക്കാ ആഗ്രഹം? തും പൂछते हो कौन? मैं पूछता हूँ कौन नहीं चाहेगा अविनाश. जिसके घर कोई मर जाता है वहाँ कैसे टूट जाते हैं लोग, बिखर जाता है नीड. मैं पीड़ा से कराहती मानवता के लिए नए जीवन का संदेश लाऊंगा. നീ ചോദിക്കുകയാണ് ആർക്കാ വേണ്ടാത്തത്? ഓരോ വീടുകളിൽ മരണം നടക്കുമ്പോൾ നമ്മൾ കാണാറില്ലേ എങ്ങനെയാണ് ആ ഫാമിലി അങ്ങ് വിഷമിച്ചു പോകുന്നത്. ബിഖർ ജാത്താ ഹെ നീഡ്. നീഡ് എന്ന് പറയുമ്പോൾ ഒരു നെസ്റ്റ്, ആ ഒരു കുടുംബം താമസിക്കുന്ന ആ ഒരു കൂട്, ആ കിളിക്കൂട് അങ്ങ് തകർന്നു പോവും ഒരാൾ മരിക്കുമ്പം.
पीड़ा से कराहती मानवता के लिए मैं नए जीवन का संदेश लाऊंगा. നോക്കൂ, ഞാൻ ഉറപ്പാണ് എൻ്റെ ഈ സൊല്യൂഷൻ കൊണ്ട് വേദനിക്കുന്ന മനുഷ്യർക്ക് ഞാനൊരു പുതുജീവൻ നൽകും. നമ്മുടെ ഓരോരുത്തർ മരിക്കുമ്പം, നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പം നമുക്ക് എന്താ വിഷമം, നമ്മൾ എന്താ കരയുന്നത്. അപ്പോൾ ആ ഒരു വിഷമം ഞാനിപ്പം മാറ്റിക്കൊടുക്കും. എൻ്റെ ഈ സൊല്യൂഷൻ കൊണ്ട് അത് സാധ്യമാണ്. അവിനാശ് കളിയാക്കി പറയും, ആപ് മൃത്യു കോ ചുനൗത്തി ദേംഗെ, ജീവൻ ഓർ മൃത്യു തോ ചിരസത്യ ഹേ. താങ്കൾ ഈ മരണത്തെയാണോ ചാലഞ്ച് ചെയ്യാൻ പോകുന്നത്? ജീവിതം ഉണ്ടെങ്കിൽ മരണമുണ്ട്. അതൊരു ചിരസത്യമാണ്, അതൊരു ശാശ്വതമായ സത്യമാണ്. ഒരിക്കൽ ജീവിക്കുന്ന വ്യക്തി മരിക്കണം. നമുക്കൊരിക്കലും മൃത്യുവിനെ തടയാൻ പറ്റില്ല. ജീവൻ ഹേ ലേക്കിൻ മൃത്യു നഹി, യഹ मैंने अपने इस कंपाउंड से सिद्ध कर दिया है. നോക്കൂ, ജീവിതമുണ്ട്, പക്ഷേ മരണമില്ല. അത് ഞാൻ എൻ്റെ ഈ ഫോർമുല, ഈ കോമ്പൗണ്ട് കൊണ്ട് ഞാൻ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. पास ही अखबार पड़ा है. डॉक्टर कौशिक उसे उठाकर पन्ने पलटते हैं और चौथा पृष्ठ खोलकर अविनाश के आगे रख देते हैं. അടുത്ത് തന്നെ ന്യൂസ് പേപ്പർ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ന്യൂസ് പേപ്പറിൽ ഈ ചരമ അറിയിപ്പുള്ള പേജ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് അവിനാശിന് കാണിച്ചു കൊടുക്കും ഡോക്ടർ കൗശിക്. യ ദേഖോ, रोज़ कितने हैं जिनके घर कोई ना कोई मर जाता है, कोई बीमारी से, कोई दुर्घटना से, कोई यूँ ही. ഇപ്പോൾ ഡോക്ടർ കൗശിക് ആ പേപ്പർ കാണിച്ചിട്ട്, ചരമ അറിയിപ്പുള്ള പേപ്പർ കാണിച്ചിട്ട് ഒരു നോക്കൂ, ഓരോ ദിവസവും ഡെയിലി എത്ര പേരാ മരിക്കുന്നത്. ചിലർ അസുഖം കാരണം മരിക്കും, ചിലർ ആക്സിഡൻറ്റ് കാരണം മരിക്കും, ചിലർ നിന്ന നിപ്പിന് വെറുതെ അങ്ങ് മരിക്കും. കിത്തനെ ലോഗോं को ये रोते बिलखते छोड़ जाते हैं. എത്ര റിലേറ്റീവ്സും മക്കളും അച്ഛനും അമ്മയും എല്ലാം കരഞ്ഞ് 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 കണ്ണുനീര് വാർക്കുകയാണ്. ഇൻകെ ഘർ വാലോ ദ്വാരാ ദിയേ शोक समाचार पढ़ कलेजा मुँह को आता है. मैं इन सबके दुख दूर करूँगा. എനിക്ക് ഇവരുടെ ഈ ചരമ അറിയിപ്പ്, അതിൻ്റെ കൂടെയുള്ള വാക്യങ്ങൾ കേട്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല, വിഷമം കാരണം. അപ്പോൾ എൻ്റെ ഹൃദയം അങ്ങ് വിഷമം കൊണ്ട് അങ്ങ് നീറുകയാണ്. मैं इन सबके दुख दूर करूँगा. ഞാൻ ഇവരുടെ എല്ലാം വിഷമം ഈ സൊല്യൂഷൻ കൊണ്ട് മാറ്റും. അവിനാശ് കെ ചേഹറെ പർ മന്ദ വ്യംഗ്യപൂർണ്ണ മുസ്കാൻ ഹെ. അവിനാശിന് ഇപ്പോഴും ഈ സൊല്യൂഷനെ വിശ്വാസമില്ല. ഈ സൊല്യൂഷൻ ആവശ്യക്കാരുണ്ടാകും എന്ന കാര്യത്തിലും വിശ്വാസമില്ല. वो व्यंग्यपूर्ण रूप से हंसता है, കളിയാക്കി ചിരിക്കും. और डॉक्टर कौशिक अपनी बात ख़त्म करके मुड़ते हैं तो वह उनकी पीठ पीछे कंधे उचका देता है. കൗശിക് അങ്ങോട്ട് തിരിയുമ്പോൾ ഇങ്ങനെ തോളെ ഇങ്ങനെ കാണിക്കുന്ന, ഷോൾഡർ ഇങ്ങനെ അനക്കും അവിനാശ്. ഷോൾഡർ ഇങ്ങനെ അനക്കിയിട്ട്, ഓ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന രീതിയിൽ ഒരു മാനറിസം കാണിക്കും അവിനാശ്. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം, ഈ സയൻറ്റിസ്റ്റ് നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ഒരു സൊല്യൂഷനും കണ്ടുപിടിച്ച് ഇറങ്ങിത്തിരിക്കാൻ പോവുകയാണ് ഓരോ മരണം നടന്ന വീടുകളിൽ. അവരുടെ ദുഃഖം അകറ്റാൻ, ആ മരിച്ചവരെ പുനർജീവിപ്പിക്കാൻ, അങ്ങനെ അവരുടെ ആ കരച്ചിലും ആ വിഷമവും എല്ലാം ഇല്ലാതാക്കാൻ ഒരു നല്ല മനസ്സുള്ള ഒരു സയൻറ്റിസ്റ്റ് മരണത്തിനെ തന്നെ ചാലഞ്ച് ചെയ്ത് പുറപ്പെടുകയാണ്. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇത് എന്തായി തീരും, എങ്ങനെ ആൾക്കാർ ഇത് അക്സെപ്റ്റ് ചെയ്യും, അവർ സന്തോഷിക്കുന്നോ അവർ റിജക്റ്റ് ചെയ്യുന്നോ, ഇത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. तो हमने देखा कि डॉक्टर कौशिक ने एक ऐसा फॉर्मूला ढूंढ निकाला जिससे वे मृतकों को भी जीवित कर सकते हैं. काफ़ी खुश होते हैं डॉक्टर കൗശിക്. വളരെയധികം എക്സൈറ്റ്മെൻറ്റോടുകൂടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഡോക്ടർ കൗശിക്. അസിസ്റ്റൻ്റ് അവിനാശിനെയും ഒപ്പം കൂട്ടിയിട്ടുണ്ട്. അവിനാശിന് വാസ്തവത്തിൽ ഈ ഫോർമുലയിൽ അത്ര വിശ്വാസം പോരാ. മാത്രവുമല്ല, ജനങ്ങൾക്ക് മരിച്ചവരെ തിരികെ വേണോ എന്ന കാര്യത്തിലും സംശയമുണ്ട് അവിനാശിന്. ദേഖ്തേ ഹൈ ആകെ ആകെ ഹോത്താ ക്യാ ഹൈ. അങ്ങനെ ഡോക്ടർ കൗശിക് വളരെ ആവേശത്തോടു കൂടി അവിനാശിൻ്റെ കൂടെ പോവുകയാണ്. എവിടെയാണ്? ഓരോ വീടുകളിൽ. പത്രം എടുത്തു, പത്രത്തിൽ ചരമക്കുറിപ്പ് കണ്ട് അഡ്രസ്സ് ഒക്കെ നോട്ട് ചെയ്ത് ഓരോ സ്ഥലത്ത് പോവാണ്. अगला दिन घड़ी सुबह के 9 बजा रही है. डॉक्टर कौशिक के हाथ में अखबार है. चौथे पृष्ठ पर कई जगह वे निशान लगाते हैं. ചരമ അറിയിപ്പിൻ്റെ ആ പേജിൽ പല സ്ഥലത്ത് അദ്ദേഹം ഇങ്ങനെ अंडरलाइन ചെയ്ത് വെക്കും. इन जगहों पर कोई ना कोई मर गया है जिसके परिवार ने अखबार में शोक समाचार प्रकाशित किया है. डॉक्टर कौशिक
दवाओं का ब्रीफकेस स्कूटर में रखते हैं। इस बीच അവിനാശ് भी आ जाता है. ഈ വീടുകളിലെല്ലാം ആരെങ്കിലുമൊക്കെ പ്രിയപ്പെട്ടവർ മരിച്ചിട്ടുണ്ട്. അപ്പം ഡോക്ടർ കൗശിക് താൻ കണ്ടുപിടിച്ച ഫോർമുല, ആ സൊല്യൂഷനുമായിട്ട് ഈ വീടുകളിലെ അഡ്രസ്സ് നോക്കി അവിനാശിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് പോവും. ആജ് സുഹാനി സുബഹ ഹൈ और हम एक महान काम पर निकल रहे हैं अविनाश. अपना यह लेकिन वेकिन वहीं घर में छोड़ चलो. ഡോക്ടർ കൗശിക് വളരെ എക്സൈറ്റഡ് ആണ്. ഓക്കെ, അദ്ദേഹം പറയാണ്, നോക്കൂ, ഇന്ന് നല്ലൊരു ദിവസമാണ്, നമ്മളൊരു മഹത്തായ കർമ്മം ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് അവിനാശ്, ഈ ലേക്കിൻ വേക്കിൻ എന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡൊന്നും എൻ്റെ കൂടെ കൊണ്ടുവരരുത്, അതൊക്കെ വീട്ടിൽ വെച്ചിട്ട് വരണം. दोनों स्कूटर पर जाते हैं. 2-4 मोड़ घूमने के बाद वे जिस कॉलोनी में आते हैं उसके साइन बोर्ड पर लिखा है भावना नगर. അങ്ങനെ ഇവരുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഭാവന നഗറാണ്. एक लंबी सड़क के अंतिम छोर पर वे एक ऐसे मकान पर रुकते हैं जहाँ काफ़ी भीड़ लगी है. सभी के चेहरे शोकमग्न हैं. लोग मृतक के गुणों का बखान करते हुए उसकी मृत्यु पर अफसोस प्रकट कर रहे हैं. അപ്പോൾ ഭാവനാനഗറിലെ ഏറ്റവും ആ സ്ട്രീറ്റിലെ അവസാനത്തെ ഒരു വീടാണ് ഈ മരണം നടന്ന വീട്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ എല്ലാവരും വളരെ ഷോക്ക് മഗ്ന്, വളരെ വിഷമിച്ച് നിൽക്കുന്നു. മരിച്ച വ്യക്തിയുടെ ഗുണങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മരിച്ചത് വളരെ ദുഃഖകരമായി പോയി എന്നൊക്കെ ഓരോരുത്തർ പറയുകയാണ്. മൂത്ത മകൻ, ആ മരിച്ച വ്യക്തിയുടെ മൂത്ത മകൻ പറയാണ്, ഹായ് ജബ് തക് പിതാജി थे मुझे घर की कोई फिक्र नहीं थी. महीने में 20-20 दिन मैं दौरे पर रहता था उन्हीं के भरोसे. മൂത്ത പുത്രൻ പറയാണ്, അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ എനിക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു. ഞാൻ 20 ദിവസമൊക്കെ അടുപ്പിച്ച് ടൂറിന് പോവായിരുന്നു. പക്ഷേ ആ സമയത്തെല്ലാം അച്ഛൻ വീട്ടിലുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമായിരുന്നു. അപ്പം ഇളയ പുത്രൻ പറയാണ്, പിതാജി तो महापुरुष थे. मैं इतना बड़ा हो गया फिर भी मुझे बच्चा मानते. अभी पिछले साल यह घड़ी उन्होंने मेरी सालगिरह पर दी थी. അച്ഛനൊരു മഹാപുരുഷനാണ് കേട്ടോ. ഞാൻ ഇത്രയും വളർന്നു, വിവാഹമൊക്കെ കഴിച്ചു, ഞാൻ ഇത്രയും വളർന്നു, പക്ഷേ എന്നെ ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ വർഷം എൻ്റെ ആനിവേഴ്സറിക്ക് നോക്കിയേ എനിക്കൊരു വാച്ച് തന്നു. एक बहू कहती है, हाय मैंने उन्हें पिताजी से बढ़कर समझा. मैं तो उन्हें नाश्ते में 2 अंडे देती थी. ഒരു മരുമകൾ വന്ന് പറയാണ്, അയ്യോ എനിക്ക് അച്ഛൻ എന്ന് വെച്ചാൽ, എന്ന് വെച്ചാൽ അമ്മായി അച്ഛൻ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ സ്വന്തം അച്ഛനേക്കാളും ഫേവററ്റ് ആയിരുന്നു. ഞാൻ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് അദ്ദേഹത്തിന് സ്പെഷ്യലായിട്ട് 2 മുട്ട കൊടുക്കുമായിരുന്നു. അബ് ദൂസരി ബഹു, രണ്ടാമത്തെ മരുമകൾ ഒട്ടും പുറകോട്ട് നിന്നില്ല. ഹായ് വേ മനുഷ്യ നഹി ദേവതാ ഥേ ഉൻകെ ബിനാ ഹം कैसे जिएंगे. അയ്യോ, അദ്ദേഹം ഒരു മനുഷ്യനല്ല, ഒരു ദേവതയായിരുന്നു. അദ്ദേഹം ഇല്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കും. डॉक्टर कौशिक मृतक के बेटों को एक तरफ ले जाकर बड़ी उमंग से अपनी खोज के बारे में बताते हैं. ഡോക്ടർ കൗശിക് ഇതെല്ലാം കണ്ടു. ഡോക്ടർ കൗശിക്കിന് ഇവരുടെ ഈ ദുഃഖം മാറ്റാൻ ഉള്ള സൊല്യൂഷൻ കയ്യിലുണ്ടല്ലോ. അപ്പോൾ ഈ പുത്രന്മാരെ, ഈ 2 മക്കളെയും മാറ്റി നിർത്തിയിട്ട് ഡോക്ടർ കൗശിക് വളരെ ആവശ്യത്തോടു കൂടി ബഡി ഉമംഗ് കെ സാത്ത് തൻ്റെ ആവിഷ്കാരത്തെ പറ്റി പറയും. यकीन मानिए मैंने ऐसा फॉर्मूला ढूंढ निकाला है कि मैं आपके पूज्य पिताजी को जीवन दे सकता हूँ. നിങ്ങൾ വിശ്വസിക്കും, ഞാൻ ഇങ്ങനെ ഒരു ഫോർമുല കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനെ പുനർജീവിപ്പിക്കാം. दोनों बेटे एक हक्का बक्का अंदाज में एक दूसरे को ताकते खड़े हो जाते हैं. 2 മക്കളും അങ്ങ് ഞെട്ടിപ്പോവും, തമ്മിലിങ്ങനെ നോക്കി നിൽക്കുകയാണ്. कभी वे डॉक्टर कौशिक को देखते हैं, कभी एक दूसरे को. तभी उनकी पत्नियां भी आ जाती हैं. അവരിങ്ങനെ അന്തം വിട്ട് പരസ്പരം നോക്കുന്നു, ഡോക്ടർ കൗശിക്കിനെ നോക്കുന്നു. ഇവരിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്ന സമയത്ത് അവരുടെ ഭാര്യമാർ കയറി വരും. ഭാര്യമാർ 2 പേരും ഒരുമിച്ച് പറയും, ക്യോ ജി ऐसे क्यों खड़े हो, सारा काम पड़ा है. നിങ്ങളെന്താ ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്നത്? ഇനി ഇവിടെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനുണ്ട്, എല്ലാ പണിയും കിടക്കുകയാണ്, കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്യണം. അപ്പോൾ ഈ 2 കുട്ടികൾ പറയാണ്, യേ കേത്തെ ഹേ ക്യാ കേത്തെ ഹേ. അപ്പോൾ ഈ 2 മക്കളും പറയും, ഇതാ ഇദ്ദേഹം പറയുന്നു. എന്ത് പറയുന്നു? മുझसे आप लोगों का दुख देखा नहीं जा रहा है. आज सुबह ही अखबार में मैंने यह शोक समाचार पढ़ा जो आपने दिया था. हाल ही में मैंने एक फॉर्मूला ढूंढ निकाला है जिससे पिताजी को नई ज़िंदगी मिल सकती है.
ഇപ്പം ഡോക്ടർ കൗശിക്ക് താൻ വന്ന വിവരം, താൻ വന്ന ഉദ്ദേശം ഈ ഭാര്യമാരോടായിട്ട് തന്നെ പറയും. നോക്കൂ, ഞാൻ ഇന്ന് ന്യൂസ് പേപ്പറിലാണ് ഈ ഒരു ബാഡ് ന്യൂസ് അറിഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വിഷമം മാറ്റാൻ എൻ്റെ കയ്യിലൊരു ഫോർമുലയുണ്ട്. എൻ്റെ കയ്യിൽ എന്താണുള്ളത്? അച്ഛനെ പുനർജീവിപ്പിക്കാനുള്ള ഒരു ഫോർമുലയുണ്ട്. കേട്ട പാടെ ഒരു മരുമോൾ പറയും, നാ ബാബാ ജനെ ക്യാ കീമത്ത് മാങ് ബൈഠേ ആപ്. വേണ്ട വേണ്ട, ഇനി ഇത് ജീവിപ്പിച്ചിട്ട് നിങ്ങൾ ഇനി എത്ര എമൗണ്ട് ചോദിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. पर डॉक्टर कौशिक പറയും, इसके बदले में आपसे कौड़ी भी न लूँगा, इसकी कामयाबी ही इसकी कीमत है. അപ്പോൾ ഡോക്ടർ കൗശിക് പറയും, വേണ്ട വേണ്ട, എനിക്ക് ഇതിന് പകരം ഒരു 5 പൈസ നയാ പൈസ വേണ്ട. ഞാനിത് സക്സസ് ആവണം, അത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. എനിക്കിത് സക്സസ് ആയി കാണണം, അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ആഗ്രഹം. അപ്പോഴത്തേക്കിന് ഒരു മൂത്ത പുത്രൻ നോക്കിയ വളരെ പതുങ്ങിയ സ്വരത്തിൽ തൻ്റെ സഹോദരനോട് ചോദിക്കും, पिताजी का वसीयतनामा देख लिया, कोई कसर तो नहीं है उसमें. അച്ഛൻ്റെ വിൽപത്രം നോക്കിയോ? അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം നമുക്ക് ഉപയോഗപ്രദമാവുന്ന രീതിയിലാണോ എഴുതിയിരിക്കുന്നത്? അപ്പോൾ മറ്റേ പുത്രൻ നോക്കി അവൻ അതിനേക്കാളും അതാണ്. അച്ഛൻ മരിച്ചപ്പം തന്നെ ആദ്യം നോക്കിയത് വിൽപത്രമാണ്. വഹ मैंने पहले ही देख लिया है, വസീയത്നാമ ദുരുസ്ത് ഹെ. അത് ഞാൻ നേരത്തെ നോക്കി, എല്ലാം നമുക്ക് വളരെ ഫേവറബിളായിട്ടുള്ളതാണ് എഴുതിയിരിക്കുന്നത്. ലേൻ ദേൻ നിപ്റ്റാ ഗയേ ഹേ. അപ്പോൾ മൂത്ത പുത്രൻ പിന്നെയും ചോദിക്കും, കൊടുക്കാനും വാങ്ങാനും ഉള്ളതെല്ലാം തീർത്തിട്ടാണോ അച്ഛൻ പോയിരിക്കുന്നത്? തസല്ലി സേ ദൂസറാ ബേട്ടാ കേത്ത ഹെ. വളരെ ആശ്വാസത്തോടു കൂടി പുത്രൻ പറയും, സബ് നിപ്റ്റാ ഗയേ ഹേ. അതെല്ലാം അച്ഛൻ കൃത്യമായിട്ട് ചെയ്തു തീർത്തിട്ടുണ്ട്. ഫിർ ക്യാ. അപ്പോൾ ഇനിയിപ്പോൾ അച്ഛൻ പുനർജീവിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യം ഇല്ല. നമുക്ക് ഫേവറബിളായിട്ട് വിൽപത്രം എഴുതിയിട്ടുണ്ട്, കൊടുക്കാനും വാങ്ങാനുള്ള എല്ലാം കൃത്യമായിട്ട് ഇടപാടുകൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് എന്ന രീതിയിലിരിക്കും. दोनों लड़के डॉक्टर कौशिक की तरफ मुखातिब होते हैं. उनकी पत्नियां उग्र विरोध से डॉक्टर कौशिक को देख रही हैं. ഈ 2 കുട്ടികളും കൗശിക്കിനെ ഇങ്ങനെ നോക്കും. ഭാര്യമാർ വളരെ ദേഷ്യത്തിൽ കൗശിക്കിനെ നോക്കും. ऐसा है डॉक्टर साहब, आपकी बात मानकर हमें बड़ा हर्ष होता, लेकिन आप जानते हैं बड़ा नाजुक मामला है. दोनों छोटे भाई विदेश में हैं, उन्हें केबल किया हुआ है. वे आकर कितना बिगड़ेंगे, उनके हज़ारों डॉलर मिट्टी में मिल जाएंगे. അപ്പോൾ ഒരു പുത്രൻ വളരെ ബുദ്ധിപൂർവ്വം ഒരു എക്സ്ക്യൂസ് പറയും, ഡോക്ടറിൻ്റെ ഈ ഒരു അഭിപ്രായം ഞങ്ങൾക്ക് എടുക്കണമെന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയോ, വളരെ സീരിയസ് ഇഷ്യൂ ആണ്, വളരെ ഡെലിക്കേറ്റ് ഇഷ്യൂ ആണ്. 2 ഇളയ അനിയന്മാരുള്ളത് ഫോറിനിലാണ്, വിദേശത്താണ്. അവർക്ക് കേബിൾ ചെയ്തിട്ടുണ്ട് അച്ഛൻ്റെ മരണവിവരം പറഞ്ഞ്. അവർ ലീവ് എടുത്ത് അവരുടെ എല്ലാ ജോലികളും വിട്ട് ഒരുപാട് ഡോളറൊക്കെ ചിലവാക്കി ഇങ്ങോട്ട് വരികയാണ്. ഇവിടെ വരുമ്പം അച്ഛൻ മരിച്ചിട്ടില്ല എന്നറിയുമ്പോൾ അവർക്ക് എന്ത് ദേഷ്യം വരും. മറ്റേ പുത്രൻ പറയും, आप भी साहब अजीब हैं, इधर हमें सारा इंतज़ाम करना है, देर हो रही है, उधर आप एक नया शगुफ़ा लेकर आ गए हैं. ഇവിടെ ഞങ്ങൾക്ക് എന്തൊക്കെ ഇനിയും ഈ ദാഹ കർമ്മത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ട്. ഞങ്ങൾ ഇത് ചെയ്യുമോ അതോ താങ്കളുടെ ഈ ഒരു വർത്തമാനം കേട്ടിരിക്കുമോ? तभी 16 साल का एक लड़का बाहर से आकर उत्तेजित आवाज़ में कहता है. അപ്പോൾ ഒരു 10-16 വയസ്സുള്ള ഒരു പയ്യൻ, ഇവരുടെ തന്നെ മകനാണ്, ഇവർ വെളിയിൽ നിന്ന് വന്ന് ആ പയ്യൻ പറയാണ്, പാപ്പാ പാപ്പാ ഗേന്ദേ കെ ഫൂൽ ലേ ആയാ ഹൂँ, ഫൂൽ വാലേ കോ 200 रुपये दे दीजिए. അപ്പം ഞാൻ എന്താ ഗേന്ദേ കെ ഫൂൽ, മെരിഗോൾഡിൻ്റെ ആ പൂ അത് കൊണ്ടുവന്നിട്ടുണ്ട്, ജമന്തി പൂ, അതിനുള്ള പൈസ കൊടുക്കണം കേട്ടോ, 200 രൂപ. അപ്പോഴത്തേക്കും ഒരു ട്രക്ക് ആക്കർ ഘർ കെ സാമനെ ഖടി ഹോത്തി ഹൈ. उसमें से घर का एक सदस्य अंदर आता है. वो कौन है? വരുന്നത് കിഷനാണ്, ഇവരുടെ റിലേറ്റീവാണ്. सुरेश बड़ी मुश्किल से ट्रक का इंतज़ाम किया है, इस काम के लिए कोई गाड़ी देता ही ना था. सारी ट्रकें आजकल छात्रों ने चुनाव में रोक रखी हैं. സുരേഷ് കഷ്ടപ്പെട്ടാണ് ഈ ട്രക്ക് കിട്ടിയത്. ഇങ്ങനെ ഈ ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകാൻ വേണ്ടിയാണെന്ന് പറയുമ്പോൾ ആരും വണ്ടി വിട്ടു തരുന്നില്ല. മാത്രമല്ല ഇപ്പം എലക്ഷൻസ് നടക്കുന്നതുകൊണ്ട് കോളേജിലെ കുട്ടികളെല്ലാം ഈ ഇലക്ഷന് വേണ്ടി ഈ ട്രക്കുകളെല്ലാം ബുക്ക് ചെയ്തിരിക്കുക. ബഡി മെഹനത് കെ ബാദ് യ 1100 पर मिली है, आधा पैसा एडवांस दिया, तब कहीं आई है ट्रक. അയ്യോ, കഷ്ടപ്പെട്ടു പോയി കേട്ടോ.
ഈ പാതി റേറ്റ് അഡ്വാൻസായിട്ട് കൊടുത്തിട്ടാണ് ഈ വണ്ടിയെങ്കിലും കിട്ടിയത്. एक अन्य आदमी बाहर से आकर आपने आज अखबार में किराए पर कमरा देने का जो इश्तेहार दिया है उसी सिलसिले में आया हूँ. അപ്പം നോക്കിയ ഒരു അച്ഛനാണ് മരിച്ചത്. അച്ഛൻ മരിച്ച് കർമ്മങ്ങൾ കഴിഞ്ഞില്ല. അതിനു മുമ്പ് അച്ഛൻ്റെ മുറി വാടകയ്ക്ക് കൊടുക്കാൻ ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ് ചെയ്തിരിക്കുന്ന മക്കൾ. വളരെ ഓവർ എക്സാജറേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നിയേക്കാം, പക്ഷേ നടന്നുകൂടായി ഇല്ല ഇന്നത്തെ കാലത്തെ. ഈ റിലേഷൻഷിപ്സ് ഇത്രയും അധികം ഫ്രജൈലായിരിക്കുന്ന സമയത്ത് ഒരു അച്ഛൻ മരിച്ചു കിടക്കുന്നു. ആ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് ഇതാ വരുന്നു ആ വ്യക്തി, ആ റൂം നോക്കാൻ വന്നിരിക്കുന്നു. दोनों भाई कौशिक की ओर और फिर समस्त इंतज़ाम की ओर उलझन भरी नज़र डालते हैं. क्या करें जैसी भंगिमा बनाकर सिर पर हाथ रख लेते हैं. तभी कुछ और मेहमान अंदर घुसते हैं और एक बार फिर हाय पिताजी विलाप शुरू हो जाता है. കൗശിക് ഇത് കേട്ടിട്ട് ഞെട്ടിപ്പോവും. കാരണം സ്വന്തം മക്കൾ തന്നെ അച്ഛൻ മരിച്ച് അച്ഛനെ ജീവിപ്പിക്കണമെന്നും ആഗ്രഹമില്ല, അച്ഛൻ്റെ മുറിയും വാടകയ്ക്ക് കൊടുക്കാൻ അഡ്വർടൈസും ചെയ്തിരിക്കുന്നു. എന്നിട്ട് നാട്ടുകാർ ഈ ചടങ്ങിന് വരുമ്പം അവർ വളരെയധികം കരച്ചിൽ അഭിനയിക്കും. ഹായ് പിതാജി എന്നും പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങും. ബഡാ ലഡ്ക ഹാത്ത് ജോഡ്കർ ഡോക്ടർ കൗശിക് കോ സ്കൂട്ടർ തക് പਹੁഞ്ചാത്ത ഹൈ. അങ്ങനെ അവർ ഡോക്ടർ കൗശിക്കിനോട് പറയും, ദയവ് ചെയ്ത് താങ്കളുടെ ഈ ഒരു ഇത് ഞങ്ങൾക്ക് വേണ്ട, അദ്ദേഹത്തിനെ തിരിച്ച് സ്കൂട്ടറിൽ ആക്കും. जो हम पर पड़ी है भुगत लेंगे डॉक्टर साहब, आप क्यों पड़े इस चक्कर में, नमस्ते. ഞങ്ങൾക്ക് വരാനുള്ളത് ഞങ്ങൾ സഹിച്ചോളാം, എന്തിനാണ് താങ്കൾ ഇതിൽ ഇടപെടുന്നത് എന്നും പറഞ്ഞ് അദ്ദേഹത്തിനെ അങ്ങ് ഒഴിവാക്കും. लड़का तेजी से वापस कमरे में चला जाता है. डॉक्टर कौशिक अबूझ से उसी दिशा में देखते रहते हैं. अविनाश उनके कंधे पर ऐसे स्पर्श करता है जैसे दरवाज़ा खटखटा रहा हो. അവിനാശിന് ഏകദേശം ഇത് നേരത്തെ ധാരണയുണ്ടായിരുന്നു. ഈ ലോകത്ത് അങ്ങനെയൊന്നും ആർക്കും മരിച്ചു പോയവരൊന്നും തിരിച്ചു വരണമെന്നൊന്നും ആഗ്രഹം ഇല്ല എന്നുള്ളത്. പക്ഷേ ഡോക്ടർ കൗശിക്കിന് മറിച്ചായിരുന്നു ധാരണ. ഡോക്ടർ കൗശിക്ക് കരുതിയിരുന്നത് ഇങ്ങനത്തെ ഒരു ഫോർമുല ഉണ്ടായാൽ എല്ലാവരും വളരെ സന്തോഷത്തോടെ അത് സ്വീകരിക്കും, വളരെ ആദരിക്കും ഇദ്ദേഹത്തിനെ. പക്ഷേ നേരെ വിപരീതമാണ് ഈ ഒരു വീട്ടിലുണ്ടായത്, ഈ ഒരു അനുഭവം. അപ്പം നമുക്കിതിൻ്റെ ബാക്കി ഈ ഡോക്ടർ കൗശിക്ക് ചരമറിയിപ്പിൽ പലയിടത്ത് അഡ്രസ്സ് വട്ടമിട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ എന്താകും, എങ്ങനെയാണ് ആൾക്കാർ സ്വീകരിക്കുന്നതെന്നുള്ളത് വരും എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.